സിദ്ദിഖ് ഇപ്പോൾ പോലീസിനെ കൊടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പോലീസ് എന്തായി കാണിക്കുന്നത് ഷാമേ? എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചപ്പോൾ തന്നെ പോലീസ് സിദ്ദിഖിനെ ഒളിവിൽ പോകാനായിട്ട് സഹായിച്ചു. അതിനെ പറയണം. രണ്ടാമത്തെ കാര്യം, സിദ്ദിഖ് മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ഒളിവിൽ പോയപ്പോൾ പോലും കേരള പോലീസിന് പിടിച്ചില്ല. പക്ഷെ പോലീസിന് അറിയാത്തതല്ലോ സിദ്ദിഖ് എവിടെ ഇരിക്കുന്നതെന്ന്. പോലീസിന് കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. കേരള പോലീസിന് എങ്ങനെ അറിയാത്ത സംഭവമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതും ഇത്രയ്ക്ക് മീഡിയ പബ്ലിസിറ്റി കിട്ടുന്നൊരു സംഭവം. മൂന്നാമത്തെ കാര്യം, സിദ്ദിഖ് തിരിച്ചു വന്നിട്ട് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ കേരള പോലീസ് വിളിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സിദ്ദിഖ് കേരള പോലീസിന് അങ്ങോട്ട് നോട്ടീസ് കൊടുത്തേക്കുക. എന്നെ ചോദ്യം ചെയ്യാൻ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം, കൂടുതൽ വേഷം കിട്ടിറക്കരുത് എന്നുള്ള രീതിയിൽ കേരള പോലീസ് പറയുന്നത് സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ ഞങ്ങൾ ഉണ്ടാക്കാനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന്. സിദ്ദിഖ് പോയി സുപ്രീം കോടതി പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കെതിരെ പോലീസ് തെളിവ് ചമയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിനാണ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കേസ് തീർന്നോ? എന്തായി കേരള പോലീസ് കാണിക്കുന്നത്? ഞാനിത് കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞു, സിദ്ദിഖ് അങ്ങോട്ട് എന്ന് കയറുമെന്ന്. നമുക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ 2 ദിവസം സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ ഇവർ വിളിച്ചില്ലെങ്കിൽ സിദ്ദിഖ് അവിടേക്ക് ചെന്ന് കയറും. അതൊരു ടെക്നിക്കാണ്. അതെനിക്കും അന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ ചർച്ചയിൽ ഇവിടെ നിന്ന് പറഞ്ഞു, സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ഇവർ വിളിച്ചില്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് ചെല്ലും. ഇപ്പോൾ പോലീസിന് SITക്ക് സിദ്ദിഖ് അഭിഭാഷകൻ വഴി കത്ത് കൊടുത്തു, എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്ന്. ഞാൻ പ്രതിയാണ്, ഇത്ര നമ്പർ ക്രൈമിലെ പ്രതിയാണ് ഞാൻ, എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അഭിഭാഷകൻ വഴി ഒരു കത്ത് കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. ഇനി പോലീസ് വിളിപ്പിച്ചേ പറ്റൂ. ഇനി പോലീസ് വിളിപ്പിച്ചില്ലെങ്കിൽ ഈ കത്തിന്റെ കോപ്പി സിദ്ദിഖിന്റെ കാണുമല്ലോ. ഇതും കൊണ്ട് സുപ്രീം കോടതിയിൽ പോകും. സുപ്രീം കോടതിയിൽ പോയിട്ട് പറയും, എന്നോട് ഇവർക്കൊന്നും ചോദിക്കാനില്ല, ഇത്രയും ദിവസവും ഞാൻ ചോദ്യം ചെയ്യുന്നതിന് തയ്യാറാണ്, അവരെനിക്ക് നോട്ടീസ് തരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ അവർ വിളിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവർക്ക് അങ്ങോട്ട് കത്ത് കൊടുത്തു, എന്നെ നിങ്ങൾ വിളിച്ച് ചോദിക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടും അവർക്കൊന്നും ചോദിക്കാനില്ല. സോ ഈ കേസിൽ ഞാൻ നിരപരാധിയാണ്, എനിക്ക് ജാമ്യം തരണം, പൂർണ്ണ ജാമ്യം അനുവദിച്ചു കൊടുക്കും. ഇതൊരു ഐഡിയ ആണ്. ഇതെനിക്ക് അന്നേ മനസ്സിലായി ഈ സാധനം അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പോലീസിന്റെ സഹായം ഉണ്ടോ ഇതിൽ സിദ്ദിഖിന്? ഇല്ല, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ, പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അറസ്റ്റ് രേഖപ്പെടുത്തണം. അറസ്റ്റ് രേഖപ്പെടുത്തി എന്ത് ചെയ്യണം? കോടതി ചെല്ലും. അതാണല്ലോ പ്രൊസീജിയർ, അതാണല്ലോ. കോടതി കൊണ്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? വിചാരണ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കും. ജാമ്യം കൊടുത്ത് ഇദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇതാണ് സംഭവിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ പോലീസിന് ഇനി സാധിക്കത്തില്ല. കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാത്ത സിദ്ദിഖിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോയെന്ന് തോന്നിയും വേണ്ട, അവിടെ ചെന്ന് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇനി പോരാന്നേ ഉള്ളൂ. കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലും അല്ലാതെ കാര്യങ്ങൾ മൊഴിയെടുക്കുന്നത് തമ്മിൽ രണ്ടാണ്. കസ്റ്റഡിയിൽ വെച്ചാണ് ദിലീപിനെയൊക്കെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. കസ്റ്റഡി ഇരുത്തിയാണ് ചോദ്യം ചെയ്തത്. കസ്റ്റഡിയിൽ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലും മറ്റേത് രണ്ടാണ്. മറ്റേത് വേണമെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. അവർക്ക് മൊഴിയെടുപ്പില്ലേ? അയാൾ സിദ്ദിഖ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ട് സിദ്ദിഖ് അതിൽ ഒരു ഒപ്പ് ഇട്ട് കൊടുത്തിട്ട് സിദ്ദിഖ് ഇഞ്ഞ് പോരും. അതാണ് സംഭവിക്കുന്ന ഒരു കാര്യം. ഇപ്പം സിദ്ദിഖ് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു കത്ത് അവർക്ക് കൊടുത്തു, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നു. ഇനിയിപ്പോൾ എന്തായാലും പോലീസ് എന്തായാലും വിളിപ്പിക്കും. ഇനി SIT എന്തായാലും സിദ്ദിഖിനെ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും, കാര്യങ്ങൾ ചോദിക്കും, മൊഴിയെടുക്കും, സിദ്ദിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്തും, കോടതിയിൽ കൊണ്ടു ചെല്ലും, സിദ്ദിഖ് ജാമ്യത്തിൽ ഇറങ്ങി പോവുകയും ചെയ്യും. ഇത് കേസ് പൊളിഞ്ഞു. കേസ് ഏകദേശമൊക്കെ പൊളിഞ്ഞു. ഇവർ കാണിച്ച മണ്ടത്തരം എന്താണെന്നറിയാമോ? ഇവർ ആ കോടതിയിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാമെന്ന്. ഈ SITക്കാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് ഇതൊക്കെ ഈ സംഭവം നേരത്തെ അറിയാവുന്ന. ഈ കുട്ടി ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് പരാതി നേരത്തെ തന്നെ പറയുകയായിരുന്നു. അതിജീവിതയ്ക്ക് ഇപ്പോൾ ധൈര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ധൈര്യം വന്നു, അതോടുകൂടിയാണ് പരാതിയായിട്ട് രംഗത്തെത്തിയെന്ന്. ഈ ഇത്രയും കാലം എന്തിനാ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്, എന്തിനാന്ന് ചോദിച്ചു കോടതി. അതാണ് കോടതിക്ക് ദേഷ്യം വന്നത്. ഇത്രയും കാലം നടപടി എടുക്കാത്തവർ ഇപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ സിദ്ദിഖിനെ രക്ഷിക്കാനുള്ള പടിയാണ്, സിദ്ദിഖിന് ഊരിപ്പോകാൻ. അതായത് നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് സിദ്ദിഖിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. എല്ലാ ആളുകളെയും ജനങ്ങൾ നോക്കുമ്പോൾ എന്താ, ഇവിടുന്ന് ഒരു IPS ഓഫീസർ മെറിൻ ജോസഫ് ഇവിടുന്ന് ദില്ലിക്ക് ഫ്ലൈറ്റ് കയറി ചെല്ലുന്നു, അവിടെ അഭിഭാഷകരെ മാറ്റുന്നു. നേരത്തെ ഒരു അഭിഭാഷകനെ നിശ്ചയിച്ചിട്ട് ആ അഭിഭാഷകനെ മാറ്റി ഈ കേസിൽ വനിതാ അഭിഭാഷകയാണ് ഹാജരാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ ഭാട്ടിയിലേക്ക് കേസ് മാറ്റുന്നു. കേരളത്തിന് വേണ്ടി ഐശ്വര്യ ഭാട്ടിയ കേസിൽ ഹാജരാകും, കേസ് പൊളിയുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ അവർ പറയുമ്പോൾ നിയമമന്ത്രി പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു IPS ഓഫീസറെ ദില്ലിക്ക് വരെ അയച്ചു, ദില്ലിക്ക് വരെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊടിയിടാനുള്ള ഒരു സാധനമാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പോയി കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഇതറിയാത്ത കാര്യമൊന്നുമില്ല. ഇത് ചോദിക്കുമ്പോഴേ കോടതിയുടെ അടുത്ത ചോദ്യം എന്തിനാണ് നിങ്ങൾ പിന്നെ എതിരായി നോക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കത്തില്ലേ? ഇതല്ലേ സംഭവിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേസ് പൊളിഞ്ഞു. ഇവർ ഓഫീസാണ് മറൈൻ ഡ്രൈവില്ല. ഇനിയിപ്പോൾ സിദ്ദിഖിനെ അടുത്ത ആഴ്ച മിക്കവാറും ഇവർ വിളിപ്പിക്കും.
വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാലൊന്നും സിദ്ദിഖിനൊന്നും പറയത്തില്ലെന്ന്. ഇനി അത് ഒന്നും പറയത്തില്ല, സമയം കഴിഞ്ഞു. അതിന്റെ നിർണായകമായിട്ടുള്ള പിന്നെ ഗോൾഡൻ അവേഴ്സ് കഴിഞ്ഞു. ഇനി അദ്ദേഹം അഭിഭാഷകൻ പഠിപ്പിച്ച് വിടുന്ന സാധനം ഒന്നെന്ന് പറയത്തുള്ളൂ. അതിന് ഒരു വാക്കാണ് കിട്ടത്തില്ല. പ്രത്യേകിച്ച് മൂൾ റോത്തക്കൊക്കെ ഇടപെട്ട കേസാണിത്. പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് അന്വേഷണ സംഘത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. അന്വേഷണ സംഘം തലങ്ങും വിലങ്ങും ചോദിച്ചാൽ സിദ്ദിഖിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ആവിയായിപ്പോയി. ആകെപ്പാടെ ഒരു കേസും കണ്ട ആ റിപ്പോർട്ടിന്റെ പുറത്ത് ആദ്യത്തെ ഒരൊറ്റ കേസ് എടുത്തത്. ബാക്കിയൊക്കെ ഈ അതിജീവിതമാര് വന്ന് പരാതി കൊടുത്തിട്ട് ചുമ്മാ ഉള്ള വായ്ത്താളോ. അത് ചുമ്മാ ഒരെണ്ണം വന്ന് കേസ് മൊത്തം നശിപ്പിച്ചോ. അയ്യോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നശിപ്പിച്ചോ. ഒരെണ്ണം വന്നിട്ട് കാട്ടിക്കൂട്ടിയ പരിപാടി കണ്ടില്ലേ. നാട്ടുകാർക്കെല്ലാം എതിരെ കംപ്ലീറ്റ് നടന്മാരുടെയും പേര് പറഞ്ഞു കൊടുത്തു. ഇനി ആ ലിസ്റ്റിൽ പെടാത്ത അപൂർവം കുറച്ച് പേര് രക്ഷോട്ട് പോയി. ബാക്കി എല്ലാവരുടെയും പേര് അവർ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവർ ചെസ്റ്റ് നമ്പർ ഇട്ടു, അടുത്തത് നീ എന്നൊക്കെ പറഞ്ഞു. എല്ലാം യഥാർത്ഥ ഇരകളെല്ലാം പേടിച്ച് മാളത്തിരിക്കുക. അവരാരും പുറത്ത് വന്നിട്ടില്ല. അവർ യഥാർത്ഥത്തിൽ അത് അനുഭവിച്ച ആൾക്കാരുണ്ടല്ലോ. ഒന്നെങ്കിൽ അപമാന ഭയം, അല്ലെങ്കിൽ ഈ വേട്ടക്കാരുടെ ഒരു പവർ, ഇതൊക്കെ പേടിച്ച് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ഇപ്പൊ സിദ്ദിഖിന്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ. ആ ഒരു സ്ത്രീ പരാതിയായിട്ട് വന്നപ്പോഴേ ഇപ്പൊ ഇതൊക്കെ ഇവര് കാണുകയാണല്ലോ. ഇപ്പൊ തുറന്ന് പറയണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പൊ ഇവര് കാണുന്ന ഇതാണ്. സിദ്ദിഖിനെ പോലുള്ള ആൾക്കാർ സ്വൈര്യവിഹാരം നടത്തുന്നു, പോലീസ് സഹായിക്കുന്നു, പിടിക്കുന്നില്ല. ഇപ്പോ താൻ ആർക്കെങ്കിലും എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി മുഴുവൻ തനിക്കെതിരെ തിരിയും. ഒന്നാമത്തെ കാര്യം, സമൂഹത്തിൽ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കപ്പെടും. അതേസമയം തന്നെ പീഡിപ്പിച്ച ആ മഹാൻ, അയാൾ ഒരു മഹാനായി വാഴ്ത്തപ്പെടും. ഇല്ലേ? സ്വാഭാവികമായിട്ടും അയാൾ മഹാൻ. നാളെ അയാളെ ഈ ഓൺലൈൻ ചാനലുകളും പലരും ഇന്റർവ്യൂവിന് വിളിക്കും. സാറിന്റെ ആ ഒരു വീര പരിവേഷത്തെ കുറിച്ച് ഇന്റർവ്യൂസ് ഉണ്ടാവും. ഭയങ്കര സംഭവമായി. ആ സമയത്ത് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം, പുള്ളി അനുഭവിച്ച മാനസിക സംഘർഷം, പുള്ളിയുടെ ഫാമിലി ആ സമയത്ത് കടന്നുപോയ ഇത്, പുള്ളിയുടെ കുഞ്ഞ് ആ സമയത്ത് സ്കൂളിൽ പോവില്ലായിരുന്നു, കരച്ചിലായി, പിഴിച്ചിലായി. പിന്നെ ആ സ്ത്രീ നേരെ ഒരു രാക്ഷസിയുടെ ലെവലിലോട്ട് പ്ലേസ് ചെയ്യപ്പെടുത്തും. അതൊക്കെ നടക്കും. അപ്പൊ അതൊക്കെ കൊണ്ട് ഇവരും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം അടങ്ങി ഒതുങ്ങി സഹിച്ച് ആവിയായി പോയെന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഗുജറാത്തിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ വന്നത്. ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി ഇവിടെ വന്നിട്ട് ഇവർക്ക് മൊഴി കൊടുത്തിട്ട് പോയി. ആ കേസും പൊളിഞ്ഞു. ഒരു നടി, അവർ ഇതൊക്കെ അവസാനിപ്പിച്ച് പോയവരാണ്. അവർ ഈ സംഭവം എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു. ആ പറഞ്ഞവർ പിന്നെ ഇവിടെ വന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ട് പോയി. ആ കേസും പൊളിഞ്ഞു പോയി. മുകേഷിൻ്റെ എല്ലാം പൊളിഞ്ഞു. എല്ലാ സാധനവും. ഇടവേള ബാബുവിനെ ഇന്നലെ വിളിച്ചിരുത്തി 1 മണിക്കൂർ കാര്യം ചോദിച്ച് പറഞ്ഞു വിട്ടു. കാര്യം ചോദിക്കാനാ വിളിച്ചത്? കാര്യം ചോദിക്കാൻ, ചോദ്യം ചെയ്യാനല്ലേ വിളിച്ചത്? കാര്യമൊക്കെ ചോദിച്ചൊന്നു. ഇത് സംഭവമൊന്നുമില്ലെന്നേ ഇതിനകത്ത്. അതായത് ഈ പിന്നെ ആളുകളുടെ മുന്നിലൊരു പൊടി വീണം. എന്തിനാണെന്നോ ഇത്ര കോടിക്കണക്കിന്, എത്രയോ കോടി രൂപ ചെലവാക്കിയിട്ടല്ലേ ഇത് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തത്. ആ റിപ്പോർട്ട് എന്തിനാ? റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. എന്ത് മാറ്റം ഇവിടെ ഉണ്ടായി? ഒരു മാറ്റം ഉണ്ടായില്ല. ആകെ ഉള്ളത് അമ്മ വിരിച്ചു വിട്ടു. അമ്മ വിളിച്ചു വിട്ടു. അതും പിരിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നാണ് എന്റെ അഭിപ്രായം. അവരിപ്പോൾ ആലോചിക്കായിരിക്കും ഞങ്ങൾ എന്തിനാ പിരിച്ചു വിട്ടത്. അതെ, ഞങ്ങൾ എന്തിനാ പിരിച്ചു. ഇതിന്റെയൊക്കെ ഒരു കെട്ടാറുമ്പോൾ അമ്മ വീണ്ടും റീയുണൈറ്റ് ചെയ്യപ്പെടും. റീയുണൈറ്റ് ചെയ്ത് വീണ്ടും അതിന്റെ തലപ്പത്ത് വരേണ്ട ആൾക്കാർ ചിലപ്പോൾ സിദ്ദിഖ് തന്നെ തിരിച്ചു വരും. സിദ്ദിഖ് തന്നെ തിരിച്ചു വരും. അല്ല, ഈ അവസരം മുതലാക്കിയ ആഷിഖവും സംഘവും കൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ചീറ്റിപ്പോയി കേട്ടോ, ചീറ്റിപ്പോയി. നമ്മുടെ തമിഴിലെ സുചിത്ര വന്ന്, സുചിത്രയാണോ അവരുടെ പേരെന്താ? സുചിത്ര തന്നെയല്ലേ മറ്റേ ഗായിക. അവര് വന്നിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി അത് ചീറ്റിപ്പോയി. അപ്പൊ സിദ്ദിഖ് ഇത്രയും നാൾ എവിടെയായിരിക്കും ഒളിവിലിരുന്നത്? സിദ്ദിഖിന്റെ മകന്റെ ഒരു ബന്ധത്തിലാണ് സിദ്ദിഖ് ഒളിവിൽ പോയതെന്നാണ് പറയുന്നത്. ആ ഒളിവ് കേന്ദ്രം കേരള പോലീസിന് അറിയാത്തതാണോ? അറിയായിരിക്കും. പിന്നെ അറിയാതിരിക്കാൻ എന്താ? ഇദ്ദേഹത്തെ സഹായിച്ചത് നമ്മുടെ പോലീസുകാർ തന്നെയാണ്. പോലീസിനുള്ളിൽ ഉള്ളവർ തന്നെയാണ്. ഇവർക്കൊക്കെ സൗഹൃദം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സൗഹൃദമുണ്ട്. ഈ നടന്മാരെല്ലാം ഈ പറയുന്ന പോലീസുമായിട്ട് സൗഹൃദം വെച്ചിട്ടുണ്ട്. ഈ ദിലീപ്, പ്രത്യേകിച്ച് ദിലീപിന്റെ കേസിന് ശേഷം, ദിലീപിന്റെ ഈ കേസിന് ശേഷം ഈ നടന്മാരെല്ലാവരും തന്നെ പോലീസിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു കോണ്ടാക്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും നാളെ കുത്തിപ്പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു സഹായം വേണം. അതുകൊണ്ട് ഈ ഒരു പിന്നെ നോക്കിയാൽ മതി, ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ മകളുടെ വിവാഹം എടുത്ത് നോക്ക്, കംപ്ലീറ്റ് നടന്മാർ പാടുണ്ട്. അത് ഈ ദിലീപിന്റെ കേസിന് ശേഷമാണ്. ഏത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുടെയോ പിന്നെ മകന്റെയോ കല്യാണം നടന്ന് അതിന്റെ വീഡിയോ എടുത്ത് നോക്ക്, ഏതെങ്കിലും ഒരു നടനെങ്കിലും അവിടെ ഉണ്ടായിരിക്കും. എല്ലാം തൂത്തുവാരിയാണ് വരുന്നത്. അവർ ഷൂട്ടിംഗ് വരെ കട്ട് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഷൂട്ടിംഗ് വരെ മാറ്റി വെച്ച് വരുന്നുണ്ട്. കാരണം ദിലീപിന്റെ കേസിന് ശേഷം ഇവർ പേടിച്ചു പോയിട്ടുണ്ട്. ആർക്കെതിരെ എന്തും ഏത് സമയത്തും വരാം. ദിലീപിനെ സംബന്ധിച്ചുള്ളത്, ദിലീപിന് രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ. ദിലീപിന് അതിൽ നിന്ന് പിന്നെ തല പുറത്തോട്ട് എടുക്കാൻ പറ്റിയില്ല. കാര്യം ദിലീപിന് അങ്ങനെയുള്ള കോണ്ടാക്ട് ഇല്ലായിരുന്നു.
പോലീസുകാരുമായിട്ടൊരു കോൺടാക്ട് ഇല്ലായിരുന്നു. ആകെ ദിലീപിന് അറിയാവുന്ന അവിടുത്തെ ഒരു MLA ആയിരുന്നു. ആ MLA അതിനോടകം തന്നെ കൈയഴി. ദിലീപിന് ഈ പൊളിറ്റീഷ്യൻസുമായിട്ടോ പോലീസുമായിട്ടോ ഒന്നും യാതൊരു കോൺടാക്റ്റും ഇദ്ദേഹം വെച്ചിട്ടില്ലായിരുന്നു. ബുദ്ധിയുള്ള നടന്മാരെല്ലാം അത് വെച്ചു. ബുദ്ധിയുള്ള എല്ലാ നടന്മാരും പ്രത്യേകിച്ച് ഇപ്പം ഈ ദിലീപിൻ്റെ കേസിന് ശേഷം എല്ലാവരും വെക്കുന്നുണ്ട്. കാര്യം എല്ലാവരും എനിക്ക് നമ്മുടെ ഒരു അറിവിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നടൻ ഇവിടുത്തെ ഒരു ADGPക്ക് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഡെയിലി അയക്കുന്നുണ്ട്. രാവിലെ ഒരു ഗുഡ് മോർണിംഗും വരും. അതിനുവേണ്ടി ഒരാളെ തന്നെ നടൻ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് രാവിലെയും വൈകിട്ടും ഇത് രാവിലെയും രാത്രിയിലും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും കറക്റ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും പേടിച്ചിട്ടുണ്ട്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര കാര്യമായിട്ട് എടുത്തുകൊണ്ട് വന്ന് അത് പിന്നെ ഒന്നും ആവാതെ പോവുകയും ചെയ്തു. ഇനി നോക്കിക്കോ, ഒരു നടി ഒന്നും പറയത്തില്ല. കാര്യം ഇനി പറയുന്ന നടിമാരെ ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ഇനി ഏതെങ്കിലും ഒരു നടി വന്നിട്ട് പറയുന്നു എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അല്ലെ തന്നെ ഏതെങ്കിലും നടി പറയാൻ തയ്യാറാവൂ? ഈ കേസ് അവർ നോക്കുമ്പോൾ എന്താ, ഇപ്പം എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്നത് എന്താ, എല്ലാ നടിമാർക്കും കൊടുക്കുന്ന ഉപദേശം സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും രക്ഷയില്ല. സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും രക്ഷയില്ല. അവർ രക്ഷപ്പെട്ടു പോകും. ഇന്ത്യയിലെ തന്നെ പരമോന്നത കോടതിയിൽ നിന്ന് ഇവർക്ക് ഊരിപ്പോകാമെന്നുള്ളൊരു ഇതല്ലേ വെച്ചു കൊടുത്തത്. അത് വെച്ചു കൊടുക്കാനുള്ള കാരണം എന്താ, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞു കൊടുത്ത് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്ത് ഇത് പിന്നെ സിദ്ദിഖിനെതിരെ 29 കേസുണ്ടെന്ന് പറഞ്ഞു. അല്ല 29 കേസുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ചോദിച്ചു 29 കേസ് സിദ്ദിഖിനെതിരെയാണെന്ന്. അല്ല ഒരെണ്ണേ ഉള്ളത്, ബാക്കി 28 വേറെ ആൾക്കാർക്കെതിരെയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവരുടെ വാദങ്ങളെല്ലാം ദുർബലമായിരുന്നേ. നമ്മൾ അവരുടെ വാദം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരുടെ വാദം മുഴുവൻ ദുർബലമായിരുന്നു. മുകുൾ റോത്തക്ക് ഇവരെ അടിച്ചവിടെ ഇരുത്തി. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകളും ഉണ്ടായിരുന്നു. സിനിമയിൽ കണ്ടത് സിദ്ദിഖിന്റെ മകള് പ്രിയാമണിയായിട്ട് വന്ന പ്രിയാമണിയും കൂടെയാണല്ലോ ബാധിച്ചത്. അതുപോലെ അതെ സെയിം സിറ്റുവേഷൻ. മുകുൾ റോത്തക്ക് അവരുടെ മകളാണ് പിന്നെ ആപ്ലിക്കേഷൻ വെച്ചത് പോലും. അപ്പോൾ അവരുടെ മകളായിരിക്കും ഹാജരാകുന്നതെന്നാണ് കരുതി. പക്ഷേ മുകുൾ റോത്തക്കയും വന്നു, രണ്ടുപേരും കൂടെ വന്നു. നല്ല പൈസ കോടികൾ കൊടുത്താണ്. കോടികൾ കൊടുത്താണെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഇത് വന്നതിന് ഹാജരായതിന് പ്രത്യേക ഫീസ്, മേടിച്ച് കൊടുത്തതിന് പ്രത്യേക ഫീസ്, രണ്ടും രണ്ടായിട്ടാണ്. ഇത് ഹാജരാകുന്നതിന് ഒരു ഫീസാണ്, പിന്നെ ഇത് ബെയിൽ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഫീസ്. എന്തായാലും സാധനം ആവിയായിപ്പോയി. ഇനി ആരും എന്തോ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് തലമുക്കി വരത്തില്ല. ഹേമ കമ്മിറ്റി തന്നെ ചുമ്മാതായിരുന്നു, വെറുതെ കുറേ പേരുടെ അത് ചെയ്ത അതിൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന നടി തന്നെ പറഞ്ഞു പിന്നെ ഇതൊന്നും എല്ലാം അങ്ങനെ നടന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്. സിനിമയിൽ ഇങ്ങനെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ലെന്ന കമ്മിറ്റി അംഗം തന്നെ മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഒരു 10 പേര് ഇപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചാണ് നടന്മാർ. കാര്യം ഇനി ഏതെങ്കിലും ഒരു കേസ് ഹേമ കമ്മിറ്റിയെ ബേസ് ചെയ്ത് തങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ ഹേമ കമ്മിറ്റിയിലെ കമ്മീഷൻ അംഗം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പൊളിഞ്ഞു. സർക്കാർ എന്തിനാണെന്ന് തോന്നുന്നു വെറുതെ ദിലീപിൻ്റെ കേസ് വന്നപ്പോഴേ ഇതെല്ലാം കൂടെ പിടിച്ചോണ്ട് വന്നത്. ഇത് WCCയുടെ പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞാണ്. WCC എന്താ പോരാടി? WCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിനിമയിൽ അഭിനയിക്കാൻ വേഷം കിട്ടാത്ത കുറേ നടിമാരുടെ സംഘടനയായിട്ടാണ് ഇവർ തന്നെ ഈ നടന്മാർ തന്നെ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അത് ഉണ്ടാക്കിയ നടി മുങ്ങുകയും ചെയ്തു, മഞ്ജു വാര്യർ. അത് ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന നടി പരിപാടി അവസാനിപ്പിച്ച് സ്ഥലം കൈ നിറയെ ചാൻസും ഉണ്ട്. കുറേ പേർക്ക് അവസരമില്ല, പിന്നെ 1-2 പേർക്കൊക്കെ കൂടെ മറ്റുള്ള സിനിമയ്ക്കകത്ത് മണിച്ചിത്രത്താഴിനകത്ത് കാര്യമായിട്ട് പിന്നെ ഇതിൻ്റെ താക്കോലെടുക്കാൻ വേണ്ടി ചെല്ലുമല്ലോ ഇന്നസെൻറ്റും മറ്റേ അദ്ദേഹവും കൂടെ ഗണേഷും കൂടെ. എന്നിട്ട് ഇന്നസെൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ഇന്നസെൻറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഗണേഷില്ല. അതുപോലെ ആയിരുന്നു WCCയുടെ കാര്യത്തിൽ മഞ്ജു വാര്യർ. ശരി.